hello മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എജുപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണി താമസ് ആണ്. യെസ്, ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം മിസ് അതിന് തൊട്ട് മുന്നേ വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ചിട്ട്. അപ്പൊ അതിനകത്ത് ആന്റോണിയോന്റെയും നമ്മുടെ ഷൈലോക്കിന്റെയും ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ആന്റോണിയോയും അതുപോലെ തന്നെ ഷൈലോക്കും. അവരുടെ ക്യാരക്ടർ സ്കെച്ച് മിസ് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ള ആൾക്കാർ ആ വീഡിയോ ഒന്ന് പോയി നോക്കുക കേട്ടോ. അത് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിട്ടായിരിക്കും. ഇതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള ഒരു ടൈറ്റിൽ മിസ്സിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് വെച്ച് നോക്കുക കേട്ടോ. ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. യെസ്, അപ്പം ഈ വീഡിയോനകത്ത് മിസ് വേറെ രണ്ടാളുടെ ക്യാരക്ടർ സ്കെച്ചാണ് മക്കളെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ ഈ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് ബസാനിയോന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് കേട്ടോ. ബസാനിയോയും അതേപോലെ തന്നെ പോർഷ്യന്റെയും ക്യാരക്ടർ സ്കെച്ചാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. സോ ബസാനിയോ ആരാണ്? ബസാനിയോ ഇസ് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ മെർച്ചന്റ് ഓഫ് വെനീസ്. അല്ലെ, മെയിൻ ക്യാരക്ടർ ആണ് മെർച്ചന്റ് ഓഫ് വെനീസിലെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. അല്ലെ, പ്രൊട്ടാഗണിസ്റ്റ് ആരാണ്? ആന്റോണിയോ ആണ് കേട്ടോ. മെയിൻ നായകൻ ആരാണ്? ആന്റോണിയോ ആണ്. സോ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ആണ് ബസാനിയോ. ഹി ഈസ് എ യങ് ആൻഡ് നോബിൾ വെനീഷ്യൻ ബട്ട് ഇസ് നോട്ട് വെരി റിച്ച്. അല്ലെ, വളരെ യങ് ആൻഡ് നോബിൾ ആയിട്ടുള്ള വെനീഷ്യൻ ആണ്, പക്ഷെ നോട്ട് വെരി റിച്ച്. വലിയ പൈസക്കാരനൊന്നുമല്ല. He has spent all his money on luxurious lifestyle. പക്ഷെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആവാൻ കാരണം അയാളുടെ ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലില് അയാളുടെ പൈസ മുഴുവനും ചെലവാക്കി പോയിട്ടുണ്ട്. ഹി ഈസ് ചാമിങ്, ഇന്റലിജന്റ്. അല്ലെ, അയാൾ വളരെയധികം ചാമിങ് ആണ്. ചാമിങ് എന്ന് പറഞ്ഞാൽ സുന്ദരനാണ്, ഇന്റലിജന്റ് ആണ്, ബുദ്ധിമാനാണ്, ആൻഡ് കോൺഫിഡന്റ്. അതേപോലെ തന്നെ വളരെയധികം കോൺഫിഡന്റ് ആണ്. ബസാനിയോ ഈസ് ഡീപ്ലി ലവ്ഡ് ബൈ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ആന്റോണിയോ. ആന്റോണിയോക്ക് ബസാനിയോനെ ഒരുപാട് ഇഷ്ടമാണ്. ഹു ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ഹിം. ആന്റോണിയോ ബസാനിയോനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. When he falls in love with Portia, so അയാൾ ആരുമായിട്ടാണ് ലവ് ആവുന്നത്? പോർഷ്യ ആയിട്ടാണ്. അല്ലെ, യെസ്, എ റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡി. വളരെ റിച്ചും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. He wants to marry her but does not have enough money to go to Belmont. അല്ലെ, അവളുടെ അടുത്ത് പോകാനുള്ള അത്രയും കാശ് അവന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ആന്റോണിയോന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. അല്ലെ, he asks Antonio for help which leads to the dangerous bond with Shylock. അതിനുശേഷമാണ് ഷൈലോക്കുമായിട്ടുള്ള ആ ഒരു കരാർ, ആ ഒരു ബോണ്ട് വെക്കുന്നത്. അല്ലെ, ബസാനിയോ ഈസ് ഓൾസോ വൈസ്. അതേപോലെ തന്നെ ബസാനിയോ വളരെയധികം വൈസ് ആണ്, ബുദ്ധിമാനാണ്. ആസ് ഹി ചൂസസ് ദ റൈറ്റ് കാസ്കറ്റ് ടു വിൻ പോർഷ്യ. അല്ലെ, പോർഷ്യനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ആ ഒരു കാസ്കറ്റ് അല്ലെ, 3 കാസ്കറ്റ്, ഒരു ഗോൾഡിന്റെ, ഒരു സിൽവറിന്റെ, ഒരു ലെഡിന്റെ കാസ്കറ്റ് വെക്കുമ്പോൾ ലെഡിന്റെ കാസ്കറ്റിലെ പുള്ളി എടുക്കുന്നത്. അതിന്റെ അകത്തായിരുന്നു പോർഷ്യന്റെ ചിത്രം ഉള്ളത്. സോ അതുകൊണ്ടാണ് പോർഷ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ എന്താണ് അത്? ഒരിക്കലും അല്ലെ ഔട്ട്വേർഡ് ബ്യൂട്ടി കണ്ടിട്ടില്ല. നേരെ മറിച്ച് എന്താണ്, അല്ലെ, പുള്ളി ഒരിക്കലും ഗ്രീഡ് ഇല്ലാത്ത, അല്ലെ, ഒരു അത്യാഗ്രഹമില്ലാത്ത, ഗ്രീഡ് ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ആര്? നമ്മളുടെ ബസാനിയോ. He truly loves Antonio and is heartbroken when he hears about the danger his friend faces. അല്ലെ, ഫ്രണ്ടിന് വരാൻ പോകുന്ന ആ ഒരു ഡേഞ്ചർ അറിഞ്ഞ സമയത്ത് നമ്മുടെ ബസാനിയോ ഒരുപാട് വിഷമിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇൻ ദ എൻഡ്, അവസാനം ബസാനിയോ proves to be a loyal friend and a loving husband. അല്ലെ, അവസാനത്തേക്ക് എന്താണ്? ബസാനിയോ നല്ലൊരു ലോയൽ ഫ്രണ്ടും അതേപോലെ തന്നെ ലവിങ് ഹസ്ബൻഡും ആണെന്ന് തെളിയിക്കുകയാണ്. ഓക്കെടാ, ഇനി നെക്സ്റ്റ് ആരാണ്? നമ്മുടെ പോർഷ്യ ആണ്. അല്ലെ, യെസ്. സോ പോർഷ്യന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നോക്കിയാലോ. പോർഷ്യ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഇൻ മെർച്ചന്റ് ഓഫ് വെനീസിലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിലൊരാണ് പോർഷ്യ. ഷീ ഈസ് എ വെരി റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡി ഫ്രം ബെൽമണ്ട്. അല്ലെ, വളരെ റിച്ചും അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ബെൽമണ്ടിൽ നിന്നുള്ള. ഷീ ഈസ് ഇന്റലിജന്റ്, കൈൻഡ് ആൻഡ് വൈസ്. അല്ലെ, വളരെയധികം ബുദ്ധിമതിയാണ്, കൈൻഡ് ആണ്, അതുപോലെ തന്നെ വൈസ് ആണ്. അല്ലെ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ഈവൻ ദോ ഷീ ഈസ് വെൽത്തി, ഷീ വാല്യൂസ് ട്രൂ ലവ് ഓവർ മണി. അല്ലെ, ഒരുപാട് വെൽത്തി ആണ്, നല്ല പൈസ ഉണ്ടെന്നാണെങ്കിലും ഷീ വാല്യൂസ് ട്രൂ ലവ് ഓവർ മണി. അല്ലെ, ട്രൂ ലവിനാണ് അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൈസനേക്കാളും. ഷീ ഫോളോസ് ഹർ ഫാദേഴ്സ് വിഷസ് ആൻഡ് അഗ്രീസ് ടു മാരി ദ മാൻ ഹു ചൂസസ് ദ റൈറ്റ് കാസ്കറ്റ്. ആ ഒരു കാസ്കറ്റിന്റെ കാര്യം ഓർത്ത് വെക്കാം കേട്ടോ. ഗോൾഡൻ, സിൽവർ ആൻഡ് ലെഡ് കാസ്കറ്റ്. ഗോൾഡൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ ലെഡ് കാസ്കറ്റിനുള്ളാണ് പോർഷ്യന്റെ പടം ഉള്ളത്. സോ പോർഷ്യന്റെ പടം ഉള്ള കാസ്കറ്റ് ആര് ചൂസ് ചെയ്യുന്നോ, അല്ലെ, അവരെയാണ് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പോർഷ്യന്റെ ഫാദർ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, അയാൾ ഗോൾഡിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സിൽവർ എടുത്തു കഴിഞ്ഞാൽ സിൽവറിൽ അത്രയും പൈസേനോടുള്ള ആർത്തി കൊണ്ടായിരിക്കാം. പക്ഷെ ഈ ലെഡിന്റെ അല്ലെങ്കിൽ തകരത്തിന്റെ ഒരു പെട്ടി എടുക്കുന്ന സമയത്ത് അയാൾ എന്താണ്, ഒരു പൈസയൊന്നും ആഗ്രഹിക്കാതെ എടുക്കുന്ന ആളാണെന്നുള്ള ഉദ്ദേശത്തിലാണ് പോർഷ്യന്റെ ഫാദർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ യെസ്,
സോ വെൻ ബസാനിയോ വിൻസ് ഹെർ ഹാൻഡ് ഷീ ഹാപ്പിലി ആക്സെപ്റ്റ്സ് ഹിം. വിൻസ് ഹെർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെ അയാൾ അതിനകത്ത് ജയിക്കുന്നുണ്ടല്ലോ, ആ ഒരു ലെഡ് കാസ്കറ്റ് ആണല്ലോ എടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പോർഷ്യ ഈസ് ഓൾസോ വെരി ക്ലെവർ ആൻഡ് ബ്രേവ്. വളരെയധികം ക്ലെവറും ബ്രേവുമാണ് അല്ലെ, ബുദ്ധിശാലിയും അതേപോലെ തന്നെ എന്താണ് ബ്രേവ് ആണ്, ധീരയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഷീ ലേൺസ് അബൌട്ട് ആന്റോണിയോസ് ട്രബിൾ. ആന്റോണിയോന്റെ പ്രശ്നത്തിനെ കുറിച്ച് അറിയുന്നു. ആൻഡ് ഡിസ്ഗൈസസ് ഹെർസെൽഫ്. മക്കളെ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷം മാറുക. ആ വേർഡ് പഠിച്ചു വെച്ചോ, ഡിസ്ഗൈസ്. ഡിസ്ഗൈസ് DISGUISES കേട്ടോ. ഡിസ്ഗൈസസ് ഹെർസെൽഫ് ആസ് എ ലോയർ അല്ലെ, അവൾ എന്തായിട്ട് മാറുന്നു, ഒരു ലോയർ ആയിട്ട് വേഷം മാറുന്നു. ആൻഡ് സേവ്സ് ഹിസ് ലൈഫ് ഫോർ ഔട്ട്സ്മാർട്ടിംഗ് ഷൈലോക്ക് ഇൻ കോർട്ട് അല്ലെ. എന്നിട്ട് സേവ് ചെയ്യാണ് ഷൈലോക്കിനെ, ആ ഒരു കോർട്ടിൽ വെച്ചിട്ട് തോൽപ്പിച്ചിട്ട് അവള് അല്ലെ ആന്റോണിയോന്റെ ജീവിതം രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഷീ ടീച്ചസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മേഴ്സി ആൻഡ് ജസ്റ്റിസ്. അതേപോലെ തന്നെ ഷീ ടീച്ചസ് ജസ്റ്റിസ് അല്ലെ, അവള് പറഞ്ഞു കൊടുക്കുന്നില്ലേ കരുണ കാണിക്കണം അല്ലെ, ദൈവം രാജാക്കന്മാരോട് കരുണ കാണിക്കാനാണ് കാണിച്ചിട്ടുള്ള പറഞ്ഞതെന്നൊക്കെ ആരോട് പറയുന്നുണ്ട്, നമ്മുടെ ഷൈലോക്കിന്റെ അടുത്ത് പറയുന്നുണ്ട് അല്ലെ. ബിസൈഡ്സ് ബീയിങ് സ്മാർട്ട്, അവൾ നല്ല സ്മാർട്ട് ആണെന്ന് മാത്രമല്ല, അവൾ സ്മാർട്ട് ആണ്. പിന്നെ പോർഷ്യ ഇസ് ഓൾസോ പ്ലേഫുൾ അല്ലെ, കുറച്ച് പ്ലേഫുൾ ആണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബസാനിയോനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടില്ലേ ആ റിങ് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. എന്റെ റിങ് എവിടെയെന്നൊക്കെ ചോദിച്ചു ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ട് അല്ലെ. ആസ് സീൻ വെൻ ഷീ ട്രിക്സ് ബസാനിയോ വിത്ത് ദ റിങ്, ആ റിങ് വെച്ചിട്ട് ആ ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ. In the end, അവസാനം she proved to be a loving wife, not a wise woman. അവസാനം ആരാണ്, യെസ് നമ്മുടെ പോർഷ്യ ആരാണ് proves to be a loving wife, വളരെ സ്നേഹമുള്ള ഒരു വൈഫും ലോയൽ ഫ്രണ്ടും അതേപോലെ തന്നെ ഒരു വൈസ് ആയിട്ടുള്ള വുമണും ആണെന്ന് പ്രൂവ് ചെയ്യാണ് കേട്ടോ. യെസ്, സോ ദാറ്റ്സ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് പോർഷ്യ. അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോർഷ്യന്റെയും ബസാനിയോടെയും ഹസ്ബൻഡും വൈഫിന്റെയും ക്യാരക്ടർ സ്കെച്ച് ആണ് ഡിസ്കസ് ചെയ്തത്. മുന്നത്തെ വീഡിയോസ് പറഞ്ഞല്ലോ, അതും കൂടെ പോയിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പൊ ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.